തിരികെ അമേരിക്കയ്ക്ക് പോവാം മാമൂസേ. ആ അതെന്താ നീ ഇപ്പൊ അങ്ങനെ പറയുന്നേ? ഇപ്പൊ നിനക്ക് എന്താ ഇത്ര ധൃതി? നിന്റെ ആദിയുടെയും കല്യാണം ഉടനെ നടക്കാൻ പോവല്ലേ? കല്യാണം കഴിഞ്ഞ് നിങ്ങൾ രണ്ടാളും കൂടെ അമേരിക്കയ്ക്ക് പോയാ മതി. അല്ലാതെ ഇതിനിടയ്ക്ക് നീ അമേരിക്കയ്ക്കൊന്നും പോണ്ട. ഞാൻ പോവും. അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? ഇനി നീ ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോണമെങ്കിൽ ഞാനും കൂടി തീരുമാനിക്കണം. നിന്റെ ആദിയുടെയും കല്യാണം നടത്താനാ നിന്നെ ഞാൻ അമേരിക്കയിൽ നിന്ന് ഇവിടെ വിളിച്ചു വരുത്തിയത്. അല്ലാതെ അമേരിക്കയിൽ വന്ന് ഇവിടെ സർക്കിട്ട് നടത്തിയിട്ട് പോവാനല്ല. മാമൂസ് എന്നെ നിർബന്ധിക്കരുത്. ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ പോവും. നീ മര്യാദയ്ക്ക് കാര്യം എന്താണെന്ന് പറ. എന്തോ ഗൗരവമായ വിഷയമുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നീ മടങ്ങിപ്പോണോന്ന് വാശി പിടിക്കുന്നത്. നിങ്ങളുടെ വിവാഹം നടത്താൻ പറ്റില്ലെന്ന് പ്രസാദ ദുർഗയോ പറഞ്ഞു? അങ്ങനെയൊന്നും അവര് രണ്ടുപേരും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ നീ കിടന്ന് തുള്ളുന്നെ തിരികെ പോണോന്ന് പറഞ്ഞ്? ഇനി ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ടാ തിരികെ പോകുന്നു പറഞ്ഞത്. അതിന്റെ കാര്യം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. ആദ്യേട്ടനും ഞാനും തമ്മിലുള്ള കല്യാണം നടത്തണമെങ്കിലേ ഞാൻ മാത്രം ഇവിടെ ഉണ്ടായാൽ മതിയോ? എന്റെ കഴുത്തിലെ താലി കെട്ടാൻ ആദ്യേട്ടനും കൂടെ വേണ്ടേ? ആദ്യം എവിടെ പോന്നു? അവൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഉണ്ട്, പക്ഷെ ഉടനെ പോവും. എങ്ങോട്ട് പോവുന്നാ? അതെനിക്ക് അറിയില്ല, പക്ഷെ പോവും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കടങ്കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ അവനെ എവിടെ പോകുന്നെന്ന് പറഞ്ഞു തൊലയ്ക്ക്. ആദ്യേട്ടനെ വിദേശത്തേക്ക് അയക്കാൻ പോവാ. വിദേശത്തേക്കോ? ആദ്യം ആര് വിദേശത്തേക്ക് അയക്കുന്നു? അവൻ എപ്പോ പോകുന്നു? അങ്ങനൊരു സംസാരം ഇതുവരെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോ എങ്ങനെ പുതുതായി പൊട്ടിമുളച്ചു? ഏത് വിദേശത്തേക്ക്? എന്തിനാ പോകുന്നേ? അതൊന്നും എനിക്ക് അറിയില്ല. ഏത് രാജ്യം എന്നൊന്നും വ്യക്തമല്ല, പക്ഷെ ഉടനെ പോകുന്നുള്ള കാര്യം ഉറപ്പാ. ആദ്യേട്ടൻ മാത്രമല്ല പോകുന്നത്, തുളസിയും പോകുന്നുണ്ട്. ആദ്യേട്ടനെയും തുളസിയും കൂടി വിദേശത്തേക്ക് അയക്കാൻ വേണ്ടി പ്രസാദ് അങ്കിളും തുളസിയുടെ അച്ഛനും അമ്മയും കൂടെ തീരുമാനിച്ചിരിക്കുക. എല്ലാ കാര്യങ്ങളും അവര് രഹസ്യമായിട്ടാ ചെയ്യുന്നത്. അവര് രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യം നീ എങ്ങനെ അറിഞ്ഞു? പ്ലാനിങ്? എന്ത് പ്ലാനിങ്? അല്ല, എന്താണ് അപ്പച്ചി ഉദ്ദേശിച്ചത്? പൂച്ച പാല് കുടിക്കുന്നത് ആരും അറിയില്ലെന്ന് നീ കരുതരുത്. അപ്പച്ചി എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്തതല്ല, മനസ്സിലാകാത്തത് പോലെ നീ അഭിനയിക്കുന്നതാ. അപ്പച്ചി എന്തോ ഉള്ളിൽ വെച്ച് സംസാരിക്കുക. അതെന്താന്ന് വെച്ചാൽ തുറന്നു പറയൂ, എങ്കിലല്ലേ എനിക്കത് അറിയാൻ പറ്റൂ. ആദ്യ വിവാഹം കഴിക്കുന്നതിൽ നിനക്ക് താല്പര്യമില്ല അല്ലേ? അല്ല, എന്ന് ഞാൻ പറഞ്ഞു? നീ പറയണ്ട. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് താല്പര്യം തുളസിയെ, അവളെ ആദിയുടെ ഭാര്യയായിട്ട് കാണാനാ നീ ആഗ്രഹിക്കുന്നത്. തുളസിയോ? അപ്പച്ചി എന്തായി പറയുന്നത്? ആദിയെ കൊണ്ട് തുളസി വിവാഹം കഴിപ്പിക്കാനോ? നോ, നെവർ, ഒരിക്കലും ഇല്ല. അവള് എന്റെ സഹോദരിയുടെ മോളാണെങ്കിലും അവളുടെ സ്വഭാവം ആരോടും എന്തിനും ഏതിനും എപ്പോഴും തർക്കിക്കാനും വഴക്കിടാനും പോകുന്നതല്ലേ അവളുടെ പെരുമാറ്റ രീതി. എന്റെ പൊന്നപ്പച്ചിയാണ്, അപ്പച്ചിക്ക് അറിയാലോ. അങ്ങനെ ഒരു പെണ്ണിനെ ആദിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? അവന്റെ ജീവിതം കുടിച്ചോറായി പോവില്ലേ? തുളസിയൊന്നും ഒരിക്കലും ഈ ദേവമംഗലത്തിന്റെ മരുമകളാക്കാൻ പറ്റില്ല. നമ്മൾ മൂന്നുപേർക്ക് മാത്രം അറിയുന്ന രഹസ്യമായത്. പിന്നെ ഡോക്ടർ ഇന്ദുവിനും. ഇന്ദു ഡോക്ടറുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ മൂന്നുപേരും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന രഹസ്യം ആദിയോടും തുളസിയോടും വെളിപ്പെടുത്തുമ്പോൾ
നമ്മൾ രണ്ടുപേരും മാത്രം ഒരു തീരുമാനത്തിലെത്തിയാൽ പോരെന്ന എന്റെ അഭിപ്രായം. തീരുമാനം എടുക്കുമ്പോ 3 പേരും ഒരുമിച്ചൊരു തീരുമാനം എടുക്കണം. അപ്പോ പ്രസാദേട്ടൻ വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെന്ന് വെക്കാനാണോ? പോരെ, കുട്ടികളെ കാനഡയിലേക്ക് അയക്കുന്നതിന് മുൻപ് അവരുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് അവരറിഞ്ഞിരിക്കണം. അറിഞ്ഞേ പറ്റൂ. പ്രിയേ, ചേട്ടൻ ഇനി ഇതിനൊരു തടസ്സവും പറയണ്ട. നമ്മൾ ഇത്രയും കാലം മൂടിവെച്ച സത്യം മക്കളെ അറിയിച്ചിട്ട് മതി ഇനി അവരുടെ യാത്ര. അതിന് പ്രസാദേട്ടന്റെ സമ്മതം വാങ്ങണം. വാങ്ങിയേ പറ്റൂ. ദേ, ഞാൻ വളരെ ഗൗരവമായിട്ട് പറയാ ജയേട്ടാ. ഇല്ലെങ്കിൽ അവരിവിടുന്ന് അയക്കാൻ ഞാൻ സമ്മതിക്കില്ല. പ്രിയേ, നീ ഇങ്ങനെ വാശി പിടിച്ചാ ഞാൻ വാശി പിടിക്കും. മതിയായി എനിക്ക്. ഈ സത്യവും മനസ്സിൽ പേറി ഉള്ളൊരുക്കി കഴിയാൻ എനിക്ക് വയ്യ. ഇതാദ്യം തുളസി അറിയിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ എന്റെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. ശരി, ഞാൻ പ്രസയോട് സംസാരിച്ച് പ്രസയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. പ്രസയെ കൊണ്ട് സമ്മതിപ്പിക്കാം. ദേ, സമ്മതിപ്പിക്കണം. എന്നിട്ട് മതി കുട്ടികളുടെ കാനഡ യാത്ര. അതൊക്കെ ഞാൻ നിർത്തിക്കുന്നുണ്ട്. ആതിരയെ ആദ്യ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലും ഇവിടുത്തെ ഏതാണ്ട് നാട്ടുകാരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് മുടങ്ങിയ എനിക്ക് അവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റില്ല. അതിനേക്കാൾ ഭേദം ചാവുന്നതാ. അയ്യോ, അത് മാത്രമല്ല, ഈ കല്യാണം നടത്തണമെന്നത് എന്റെ വാശി കൂടിയാ. ദേവമംഗലത്തുകാരോടുള്ള എന്റെ വാശി. എനിക്കത് നിറവേറ്റിയേ പറ്റൂ. മാമൂസ് പോയി പ്രസാദങ്ങളോട് പറ, ആദ്യേട്ടനെ വിദേശത്തേക്ക് അയക്കരുതെന്ന്. അതിന് ഏതായാലും സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും തടയിടാതെ കാത്തിരുന്ന ആദ്യം തുളസിയും വിദേശത്ത് എത്തിയിരിക്കും. മാമൂസെ, പെട്ടെന്നൊരു വഴി കണ്ടുപിടിക്ക്. നീ ഒന്ന് ധൃതി പിടിക്കാതിരിക്കെ, ഞാൻ ആലോചിക്കട്ടെ. എനിക്കൊരു ഐഡിയ. ആദ്യേട്ടന്റെ പാസ്പോർട്ട് എടുത്ത് കത്തിച്ചളഞ്ഞാലോ? പാസ്പോർട്ട് ഇല്ലാതെ ആദ്യേട്ടന് വിദേശത്തേക്ക് പോവാൻ പറ്റില്ലല്ലോ. അതിന് ആദിയുടെ പാസ്പോർട്ട് എവിടെ ഇരിക്കുന്നെന്ന് നിനക്കറിയോ? അത് ആദ്യേട്ടന്റെ ഷെൽഫിൽ എവിടെയെങ്കിലും കാണില്ലേ? അതിന് എല്ലാ ഷെൽഫും പൂട്ടി അതിന്റെ താക്കോലുകൾ ആദ്യ രഹസ്യമായി എവിടെ സൂക്ഷിച്ചിരിക്കുകയല്ലേ? അതെങ്ങനെ ആന്റിക്ക് അറിയാം? ആദ്യേട്ടൻ ഇല്ലാത്ത സമയത്ത് ആന്റി ആദ്യേട്ടന്റെ ഷെൽഫ് തുറക്കാൻ നോക്കിയല്ലേ? നിന്നെ ഞാൻ ആതിരേ, ആതിരേ. എന്തോ? എന്താ മാമൂസേ? ആ, ഇന്നാണ് ആ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ്. ഞാൻ സുലൂനെയും കൂട്ടി ഡോക്ടറെ കണ്ടിട്ട് വരാം. ഞാനും വരാം മാമൂസേ. ആതിരെ, നീ എന്ത് മണ്ടത്തരായി പറയുന്നേ? ആദ്യം ഇവിടെ പൂട്ടിയിട്ടിരിക്കല്ലേ? അവനെ പൂട്ടിയിട്ടിരിക്കുമ്പോ ആരെങ്കിലും ഇവിടെ വേണ്ടേ? ഇല്ലെങ്കിൽ അവ ആരെങ്കിലും വിളിച്ച് ഇവിടുന്ന് മുറി തുറന്ന് പുറത്തു പോയാലോ? അയ്യോ, അത് ഞാൻ ഓർത്തില്ല. കല്യാണ പ്രായമായിട്ട് നിന്റെ തലയ്ക്കകത്ത് ബുദ്ധിയില്ലാതായി പോയല്ലോ. മാമൂസേ, എന്നെ ഇങ്ങനെ കളിയാക്കല്ലേ. പെട്ടെന്ന് ഞാനത് മറന്നുപോയതാ. ആദ്യം പൂട്ടിയിട്ടിട്ട് കുറച്ചു നേരമല്ലേ ആയുള്ളൂ. അതിനിടയിൽ നീ മറന്നുപോയോ? സോറി. അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് അവസാനം സോറി പറഞ്ഞാ മതിയല്ലോ. ഇനിയെങ്കിലും ഇതൊന്നും മറക്കരുത്. ഞങ്ങള് വരുന്നത് വരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. എവിടെ ഇറങ്ങി പോവരുത്. എവിടെയും പോവില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. വെറുതെ ദിവാസ്വപ്നവും കണ്ടോണ്ടിരുന്നാ പോരാ. അവൻ മുറി തുറന്ന് പുറത്തിറങ്ങാതെ നോക്കണം. യെസ്, ഡൺ. അയ്യോ, ഇവളെയാ ഏൽപ്പിച്ചിട്ട് പോകുന്ന എന്താവോ എന്തോ. ഒന്നും ആവില്ല. ആദ്യേട്ടനെ എവിടെയും പോവില്ല. പോയാലേ നിന്റെ കല്യാണം അവതാളത്തിലാവും. അത് മാത്രം ഓർമ്മയുണ്ടായാ മതി. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങുക. സുലുവാ. മാമൂസേ, വരുമ്പോഴേ സ്വീറ്റ്സ് വാങ്ങിട്ട് വരണേ. അയ്യോ, ഇപ്പോഴും കൊച്ചു കുട്ടിയാന്നാ വിചാരം. ശരി, വാങ്ങിക്കൊണ്ട് വരാം. ദേ, പറഞ്ഞതൊന്നും മറക്കണ്ട. ഇല്ല. ആ, വാ. ശരി, പോയിട്ട് വരാം. ശരി. നീ എങ്ങോട്ടായി തള്ളിക്കറി പോകുന്നേ? അത് ചോദിക്കാൻ നീ ആരാ? അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ല ഞാൻ ആരാന്ന്? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. അതിപ്പോ നിന്നെ മനസ്സിലാക്കി തരേണ്ട ജോലി എന്റേതല്ലല്ലോ. തൽക്കാലം നിനക്കിപ്പോ മുകളിലോട്ട് കയറണമെങ്കിൽ എന്റെ അനുവാദം വേണം. ഇന്നിപ്പോ തൽക്കാലത്തേക്കാണെങ്കിൽ ഇനി മുതൽ നിരന്തരമായിരിക്കും. ഓ, ഇതൊക്കെ നീ മാത്രം തീരുമാനിച്ചാ മതിയോ? അത്രത്തോളൊക്കെ എത്തിയോ? അതെ, ഞാൻ മാത്രം തീരുമാനിച്ചാ മതി.
അതിനുള്ള അധികാരം തരേണ്ടവരെനിക്ക് തന്നിട്ടുണ്ട്. അതിപ്പോ നിന്നെ ബോധിപ്പിക്കണ്ടല്ലോ. ഡി, നീ ഈ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ എവിടെന്നെങ്കിലും ഒക്കെ കയറി വരുന്ന പട്ടിക്കുഞ്ഞുങ്ങളെയാ. ദേ, ആദ്യം അവറ്റകളൊക്കെ നമ്മൾ കൊടുക്കുന്ന എച്ചിലും കഴിച്ച് ദൂരെ എവിടെയെങ്കിലും മാറി നിൽക്കും. പിന്നെ പതുക്കെ പതുക്കെ വാലാട്ടി തുടങ്ങും. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നറിയോ? പട്ടിയല്ലേന്ന് കരുതി ആഹാരം നല്ലതുപോലെ കൊടുക്കും. അപ്പോ അതിങ്ങനെ കയറി കൊഴുക്കും. അങ്ങനെ പതുക്കെ കിടക്കാനായിട്ട് ഇടം തേടും. അങ്ങനെ അങ്ങനെ ആ വീട്ടിലെ കാവൽക്കാരിയോ കാവൽക്കാരനോ ഒക്കെ ആയിട്ടത് മാറും. എന്നിട്ട് ഉടയോനെ കാണുമ്പോഴും ശത്രുക്കളെ കാണുമ്പോഴും ഒരേ സ്വരത്തിൽ കുരയ്ക്കും. ഇപ്പൊ നീ ചെയ്യുന്നതും അത് തന്നെയാണ്. നിനക്ക് ഈ വീട്ടിൽ ഞാൻ കൽപ്പിച്ചിരിക്കുന്ന സ്ഥാനം അത്രേ ഉള്ളൂ. നീ അതൊക്കെ പറയും. കാരണം നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം ഇല്ലാതാവുന്നതിന്റെ വെപ്രാളത്തിൽ നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതിൽ സങ്കടമില്ല. നാണവും മാനവും ഇല്ലാത്തവർക്ക് എന്തൊക്കെ പറഞ്ഞാലും അത് ഏൽക്കില്ലെന്ന് എനിക്കും അറിയാം. നീ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. ഡാ, നീ ഓക്കെ അല്ലേ? പിന്നെ എന്തിനാ ഇതിനകത്ത് പൂട്ടിയിട്ടത്? അവളാണോ? അവളല്ലാതെ വേറെ ആരാ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത്? അവക്ക് അത്രയ്ക്കുള്ള അഹങ്കാരമായോ? അവളെന്തിനാ പൂട്ടിയതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നതേ നമ്മുടെ എന്തെങ്കിലും പ്ലാനുകൾ അവർക്ക് കിട്ടിക്കാണോന്നാ. അതിന് നമ്മുടെ പ്ലാനുകൾ അവർക്ക് എങ്ങനെ കിട്ടാനാ? അതറിയാവുന്നതാകും നമുക്ക് മാത്രല്ലേ. പക്ഷേ നമ്മൾ അറിയാതെ തന്നെ അവളും അവളുടെ കിങ്കരന്മാരും നമ്മുടെ പുറകെ ഉണ്ടല്ലോ. അവള് മാത്രമല്ല, മറ്റവനും കൂടെയുണ്ട്, നമ്മുടെ ശത്രു ശ്രീഹരി. എന്നാലും ഇത്രയ്ക്ക് ധിക്കാരം വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ പോലും അകത്തേക്ക് വിടാതെ തടഞ്ഞു നിർത്തി. എന്നിട്ട് ഇത് അവളുടെ ഭാവി ഭർത്താവിന്റെ വീടാ അത്ര. ഇവിടെ ആര് വരണം വരണ്ടെന്ന് തീരുമാനിക്കുന്നത് അവളാണ്. എന്റെ കൺട്രോള് പോയി. ഞാൻ കർണത്തൊന്ന് പൊട്ടിച്ചു. അതുകൊള്ളല്ലോ. അപ്പൊ തിരിച്ചടിച്ചില്ലേ അവള്? അതെങ്ങനെയാ? അതിനുമുമ്പ് ഞാൻ അവളെ തള്ളി താഴേട്ട് കയറി പോന്നു. ആ, കൊടുകൈ. ഇത് എത്രയോ പ്രാവശ്യം ഞാൻ കൊടുക്കാൻ കരുതിയതാണെന്ന് അറിയൂ. പക്ഷേ അവൾക്ക് അമ്മയും ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ടാ. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിലും ഇങ്ങനെ ഒരുത്തിയെ വീട്ടിൽ വെച്ച് പൊറപ്പിക്കുന്നത് അപകടമാണ്. അവളാണെങ്കിൽ ഒരു സൈക്കോ ആണെന്ന് തോന്നുന്നു. നീ എന്തായാലും സൂക്ഷിച്ചോ. നിന്നെ കിട്ടിയില്ലെങ്കിൽ അവള് നിന്നെ ജീവനോടെ കത്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താ പ്രസാദ് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? നമ്മൾ രഹസ്യമായിട്ട് പ്ലാൻ ചെയ്തൊക്കെ എങ്ങനെ പുറത്തായിട്ടുണ്ട്. ആദിയുടെയും തുളസിയുടെയും വിവാഹം നടത്താൻ പോകുന്നതും അവരെ വിദേശത്തേക്ക് അയക്കാൻ പോകുന്നതൊക്കെ അപ്പച്ചി അറിഞ്ഞു. പ്രസ എന്തായി പറയുന്നേ? ഇതൊക്കെ എനിക്കും പ്രസയ്ക്കും പ്രിയയ്ക്കും നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ. പിന്നെ എങ്ങനെ അപ്പച്ചി അറിഞ്ഞേ? നമ്മൾ വേറെ ആരോടും ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ. അതില്ല. പക്ഷെ നമ്മളല്ലാതെ ഇതറിയാവുന്ന ഒരേ ഒരാള് ട്രാവൽ ഏജന്റ്. ആദിക്കും തുളസിക്കും വിസയും ടിക്കറ്റും ഒക്കെ റെഡിയാക്കാനേ ഞാനൊരു ട്രാവൽ ഏജന്റിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇനിയിപ്പോ അയാള് വഴിയാണോ ചോർന്നത്? അങ്ങനെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ സംശയത്തിന്റെ പേരിൽ അയാളെ വിളിച്ചൊന്ന് കുടഞ്ഞു. പക്ഷെ അതിൽ കാര്യം ഉണ്ടായില്ല. അയാളല്ലെന്നേ. അയാൾക്ക് ആതിരയോ അപ്പച്ചയോ ഒന്നും അറിയില്ല. പിന്നെ അപ്പച്ചി എങ്ങനെ അറിഞ്ഞു? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ വളരെ കൃത്യമായിട്ടും അവരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. എന്നാലും അതെങ്ങനെ അറിയും? ഇനിയിപ്പോ അതിനെക്കുറിച്ച് ആലോചിച്ച് തലപോഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്നാലും അറിഞ്ഞില്ലേ? അപ്പച്ചി അറിഞ്ഞ സ്ഥിതിക്ക് കുട്ടികളുടെ വിവാഹം നടത്താൻ ഇനി പ്രയാസമാവുമല്ലോ. ഇനിയിപ്പോ അപ്പച്ചി അങ്ങോട്ട് വെറുതെ ഇരിക്കില്ല. ശ്രദ്ധ മുഴുവൻ നമ്മുടെ പുറകെ ആയിരിക്കും. അല്ല, അത് അപ്പച്ചി ഓൾറെഡി പറയുകയും ചെയ്തു. എല്ലാ പ്രതീക്ഷയും നശിച്ചു പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അപ്പച്ചിയോട് ഞാനൊന്നും സമ്മതിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ അത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. വിശ്വസിക്കില്ല. അത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനാവും അപ്പച്ചി ധൃതി പിടിക്കുന്നത്. തറവാട്ടിന്ന് മിക്കവാറും ഇന്നോ നാളെയോ ദുർഗ തിരിച്ചെത്തും. അവള് വന്നു കഴിഞ്ഞാൽ അപ്പച്ചി എല്ലാ കാര്യങ്ങളും അവളുടെ ചെവിയിൽ ഓതി കൊടുക്കുകയും ചെയ്യും. അതോടെ എല്ലാം കഴിഞ്ഞു. ആദ്യം തുളസിയും നമ്മൾ രഹസ്യമായിട്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ദുർഗ എങ്ങാനും അറിഞ്ഞ
കുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ദുർഗ ഇത് അറിയുന്നതെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ അത് ദുർഗ അറിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ജയ. ആകെ ടെൻഷനാവുക. പ്രസാദ്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോയത്. ആണ്, എന്നാലും ആ ആ മോളെ, അയ്യോ എന്താ 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 പറ്റിയേ? ആ? എന്താ മോളെ, നീ കാര്യം എന്താന്ന് പറ. അയ്യോ, നിനക്ക് എന്താ പറ്റിയത്? നീ കാര്യം പറഞ്ഞാലല്ലേ മനസ്സിലാവത്തുള്ളൂ. തുളസി എന്നെ തല്ലി മാമൂസ. തുളസി നിന്നെ തല്ലിയെന്നോ? അവൾ ഇവിടെ വന്നിരുന്നോ? ആ, വന്നിരുന്നു. നിങ്ങൾ ഇവിടുന്ന് പോയി കുറച്ച് കഴിഞ്ഞപ്പോ അവളെ ഇങ്ങോട്ട് വന്നു. ആദ്യേട്ടൻ വിളിച്ചു പറഞ്ഞിട്ടായിരിക്കും വന്നത്. അവള് വന്നിട്ട് നേരെ ആദ്യേട്ടന്റെ റൂമിലേക്ക് പോവാൻ നോക്കി. ആദ്യേട്ടനെ നമ്മള് പൂട്ടിയിട്ടിരിക്കായിരുന്നല്ലോ. അതുകൊണ്ട് അവൾ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ തടഞ്ഞു. പക്ഷെ അത് അവള് കേട്ടില്ല. എന്നെ തള്ളി മാറ്റി പോവാൻ നോക്കി. ഞങ്ങള് തമ്മിൽ സ്ട്രഗിളായി. അതിനിടയില് അവൾ എന്നെ പിടിച്ച് തള്ളി. അയ്യോ, അതിനിടയില് ചുമരിൽ എന്നെ തല ഇടിച്ചു. അയ്യോ, എന്നിട്ട് അവള് വാതില് തുറന്ന് ആദ്യേട്ടൻ കൊണ്ട് ഇവിടുന്ന് പോയി. അത്രയ്ക്ക് അഹങ്കാരം അവക്ക്. അവള് വലിയ അക്രമല്ലേ കാണിച്ചത്? മാമൂസ്, അവളിങ്ങനെ വിടാൻ പാടില്ല. എന്നെ ഉപദ്രവിച്ചാല് അവളോട് പകരം ചോദിക്കണം. ഇത് അവളുടെ അവസാനമാ. വേണ്ട വേണ്ട എന്ന് വയ്ക്കുമ്പോ ഓരോ ദിവസമായിട്ട് അവളുടെ ഉപദ്രവം കൂടി കൂടി വരിക. അപ്പച്ചി, അവൾ ഇനി പത്തി ഉയർത്തരുത്. അങ്ങനെ എന്തെങ്കിലും ശിക്ഷ അവൾക്ക് കൊടുത്തേ പറ്റൂ. ഇവളെ ഉപദ്രവിച്ചിട്ട് അവളീ ദേശം വിട്ട് പോകുകയൊന്നുമില്ലല്ലോ. അവള് വരട്ടെ, അവക്ക് ഇതിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങ് വാ, എന്റെ അടുത്തേക്ക് വാ. എന്തിനാ മടിക്കുന്നേ? വാ. ഈ ആദ്യേട്ടന്റെ ഒരു കാര്യം. ഞാൻ പറയുന്നൊന്നും കേട്ട് നീ എന്നോട് പിണങ്ങരുത്. പിണക്കോ? എനിക്ക് ആദ്യേട്ടനോട് ഒരു പിണക്കവും ഇല്ല. എന്നും എപ്പോഴും ഞാൻ ആദ്യേട്ടനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. സത്യം പറ, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്? അങ്ങനൊന്നും ചോദിക്കല്ലേ. ഇത്രയും ഞാൻ നിന്നെ ഒരു ആകാശത്തോളം സ്നേഹിക്കുന്നു, ഒരു കടലോളം. നീ അടുത്ത് വാ. വരണോ? അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് വരാം. അയ്യോ, ആരെല്ലാം കാണും. കാണുന്നവർ കാണട്ടെ. നമ്മൾ രണ്ടല്ല, ഒന്നാണ്. ഒരു മനസ്സും ഒരു ശരീരവും. അപ്പൊ എന്നോടായിരുന്നില്ലല്ലേ? ആദ്യേട്ടൻ എന്താ പില്ലോയോട് സംസാരിക്കുന്നത്? നമ്മുടെ വിവാഹം അത് എത്രയും പെട്ടെന്ന് നടത്തണം. ആദ്യേട്ടൻ പില്ലോയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? അതോ വട്ടായതോ? അതെ, ഭ്രാന്ത എനിക്ക്. തുളസി, നീയെന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്തും ലഹരിയും എല്ലാം ആണ്. ഓ, അത് ശരി. അത് വെറും പില്ലോ അല്ല, തുളസിയല്ലേ? ശരിയാക്കി തരാം ഞാൻ. വരണം വരണം. ആ, ദൈവമേ. അയ്യോ. ഞങ്ങളെ രക്ഷിക്കണേ. ഇതാണ് ഞാൻ പറഞ്ഞ മന്ത്രവാദിനിയമ്മ.
ഇനി ആദിയുടെയും തുളസിയുടെയും കാര്യത്തില് ഈ മന്ത്രവാദിനി അമ്മ ഒരു തീരുമാനം എടുക്കും. ദുർഗയെ വിളിക്കാം. ദുർഗേ, ദുർഗേ, ദുർഗേ. അതെ, ആദ്യം മോളെ കുറെ ചുറ്റിച്ചതല്ലേ, അവനിട്ട് നല്ലൊരു പണി കൊടുക്കണം. അത് ഈ മന്ത്രവാദിനി അമ്മ ചെയ്തോളൂ. മന്ത്രവാദമെങ്കിൽ മന്ത്രവാദം. മോള് ധൈര്യമായിട്ടിരിക്കെ. ആദിയെ മാമോസ് മോളുടെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് തരും. ആരാ പച്ചു? വിളിച്ചു നോക്കണ്ട, ഇതാണ് ആള്. നോക്കി നിൽക്കാതെ തൊഴുത് അനുഗ്രഹം വാങ്ങിക്കും. മോളെ, മോളും തൊഴുതോ. ചെല്. അമ്മേ. ദുർഗേ, ഇത് സാധാരണ മന്ത്രവാദിനിയല്ല, കൂടിയ മന്ത്രവാദിനിയാ. ഏത് ദോഷത്തിന് ഈ അമ്മയുടെ കയ്യില് പരിഹാരമുണ്ട്. ശത്രുക്കളെയൊക്കെ ഭസ്മമാക്കി കളയും. ചുട്ട കോഴിയെ പറപ്പിക്കുന്ന മാന്ത്രിക വിദ്യകൾ അറിയാവുന്ന ആളാ. അപ്പച്ചി, തുളസിയിൽ നിന്ന് ആദ്യം രക്ഷിക്കാൻ ഇവര് വിചാരിച്ചാൽ സാധിക്കോ? അതെ, അതൊക്കെ ദുർഗ നേരിട്ട് കണ്ടാ മതി. തുളസി ഇനി ആദിയുടെ പേര് പോലും ഉച്ചരിക്കില്ല. ആ ഗതിയാക്കി തരും ഈ അമ്മ. എവിടെ 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 നമ്മുടെ കർമ്മങ്ങൾക്കുള്ള ഇടം? എവിടെ? എന്തോ അപ്പച്ചി? എവിടെ വെച്ച കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന്? അകത്ത മുറിയിൽ വെച്ചാ, അങ്ങോട്ട് പോവാം. അമ്മേ, അമ്മ വരണം, അകത്തേക്ക് പോവാം. അവിടെയാണ് പൂജയ്ക്കുള്ള മുറി ഒരുക്കിയിരിക്കുന്നത്. അമ്മ വരണം. അയ്യോ അയ്യോ, അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. എനിക്ക് പൂജ ചെയ്യാൻ സമയമായി. എനിക്ക് പൂജ ചെയ്യാൻ സമയമായി. അതൊക്കെ അയ്യോ, ഇതങ്ങോട്ട് കൊണ്ടു കൊടുക്കണല്ലോ. ഞാൻ നിന്നെ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ജനിച്ചതുകൊണ്ട് മാത്രം ജീവിക്കുന്നവളാ ഈ അമ്മയെന്ന് പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലേ? നീ അവിടെ ചെന്ന് അവരുടെ മുമ്പിൽ കുറച്ചു സമയം ഇരുന്നു കൊടുത്താൽ മാത്രം മതി. ഏറിയ 4-5 മിനിറ്റ്, അതിനപ്പുറം പോവില്ല. ഇത് വലിയ ശല്യായല്ലോ. ശല്യമായെന്നൊക്കെ നിനക്കിപ്പൊ തോന്നും. അവരെ കണ്ടു കഴിഞ്ഞാ നീ ഈ പറഞ്ഞത് മാറ്റി പറയും. ഞാൻ പറഞ്ഞില്ലേ, ഏറിയാൽ ഒരു 4-5 മിനിറ്റ്, അത് കഴിഞ്ഞാൽ നിനക്ക് ഇനി ഇറങ്ങി പോരാ. ശരി, അമ്മ നടന്നോ, ഞാൻ വരാം. വേഗം വരണം, ലേറ്റ് ആവരുത്. ആ അമ്മയോട് ധിക്കാരം വേണ്ട, ഇറങ്ങിപ്പോ. അമ്മയോടാണ് ധിക്കാരം. ഈ ശരീരം വിട്ട് നീ ഇറങ്ങിപ്പോ. നീ ഒന്ന് സമാധാനമായിട്ട് നിൽക്ക്. അമ്മയോട് ധിക്കാരം വേണ്ട, ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോ. നിന്റെ ധിക്കാരത്തിന് മുമ്പിൽ നിൽക്കില്ല. ഇറങ്ങിപ്പോ. മന്ത്രവാദിനി എന്റെ മോനെ വല്ലാതെ ഉപദ്രവിക്കുകയാണെന്ന് തോന്നുന്നു. ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോ. അവളുടെ അമ്മ തല്ലുന്നത് ആദിയല്ല, ആദിയുടെ മനസ്സിൽ കുടിയിരിക്കുന്ന തുളസിയെ. എങ്കിലും വേദന അനുഭവിക്കുന്ന എന്റെ മോനല്ലേ? ഓ, ആ വേദന ഒന്നും അറിയില്ല. പൂജ കഴിയുമ്പോ ചൂര കൊണ്ടുള്ള ഈ അടിയെല്ലാം പൂവ് കൊണ്ട് തലോടിയത് പോലെ തോന്നും. അപ്പച്ചി, എന്നാലും നീ ഒന്നും മിണ്ടാതിരിക്കും. നീ ഇങ്ങനെ വിഷമിക്കില്ലേ ദുർഗെ? ഇതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. തുളസിയെ ഒഴിപ്പിച്ച് വിടണ്ടേ? ഈ മന്ത്രത്തിന് മുമ്പിൽ നിനക്ക് നിൽക്കാൻ പറ്റില്ല തുളസി. ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോന്നുണ്ടോ? ഇറങ്ങിപ്പോന്നുണ്ടോ? ഇറങ്ങിപ്പോയ്ക്കോ. ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോ. ഇല്ലെങ്കിൽ അടുത്ത പ്രയോഗങ്ങൾ ഇനി നീ നേരിടേണ്ടി വരും. ഇറങ്ങിപ്പോ തുളസി, ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോ. ഈ ശരീരം വിട്ട് ഇറങ്ങിപ്പോൻ. ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോ. നിന്റെ നിക്കാരത്തിന് മുമ്പിൽ നിൽക്കില്ല. ഇറങ്ങിപ്പോ. അയ്യോ, ഇവളെ അമ്മ അതൊക്കെ ബഹളം വെക്കാതെ ആദി.
അതൊക്കെ പിടിക്കാമേ. പാവം എന്റെ കുട്ടി, ദേഹം മുഴുവൻ അടി കിട്ടിയ പാടാണല്ലോ. അപ്പച്ചില്ലേ പറഞ്ഞത് മന്ത്രവാദിയുടെ അടിക്ക് വേദന ഉണ്ടാവില്ലെന്ന്? സാധാരണ വേദന ഉണ്ടാവാറില്ല. ഇത് ഇവന് താല്പര്യമില്ലാതെയല്ലേ പൂജയിൽ പങ്കെടുത്തത്. ഭക്തിയില്ലെങ്കിൽ വേദന അറിയും. ശ്ശോ. പാവം ആദി. സോറി ആദ്യേട്ടാ, വേദനിക്കുന്ന ഞാൻ കരുതിയില്ല കേട്ടോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി അമേരിക്കക്കാരി. ഈ പൂജ ഫലിക്കുമല്ലേ അപ്പച്ചി? ആ പിന്നെ പിന്നെ പൂജ ഫലിക്കാതിരിക്കോ? ഫലിക്കും ഫലിക്കും. ഫലിച്ചത് മുഴുവൻ എന്റെ ദേഹത്താണെന്നേ ഉള്ളൂ. മന്ത്രവാദം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആകാശം ഇടിച്ച് വീണാലും ഞാനും തുളസിയും തമ്മിലുള്ള ബന്ധം തകരാൻ പോകും. ഇനി അതിന്റെ പേരിൽ എന്നെയും ചൂരിലോണ്ട് അടിക്കുവോ തന്റെ മന്ത്രവാദിനി? കളിയാക്കണ്ട. ആദിയുടെ ഭ്രാന്തം കളികൾ കണ്ടിട്ടാ ഞാൻ മന്ത്രവാദിനി വരുത്തിയത്. എടോ, അവൻ എന്ത് ഭ്രാന്തങ്ങളി കളിച്ചു എന്നാ താനീ പറയുന്നത്? തുളസി ഭ്രാന്ത്. സദാസമയം അവളെ ഓർത്ത് നടക്കുക. മറ്റൊരു കാര്യത്തിലും അവൻ ഇപ്പൊ ശ്രദ്ധേയില്ല. എടോ, അത് അവന്റെ പ്രായത്തിന്റെ പ്രശ്നമല്ലേ? ഇത് പ്രായത്തിന്റെ പ്രശ്നമൊന്നുമല്ല, നല്ല അടി കിട്ടാത്തന്റെ കുഴപ്പമാണ്. ആദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പ്രസാദേട്ടൻ കണ്ടിട്ടുണ്ടോ? തുളസിയാണെന്നുള്ള ധാരണയില് തലേണെ കെട്ടിപ്പിടിക്കുക, അതിൽ ഉമ്മ കൊടുക്കുക. അത് താങ്കുണ്ടോ? ആതിര പറഞ്ഞു എന്നോട്. എടോ, വല്ലവരും വല്ലതും പറഞ്ഞെന്ന് വെച്ച് താൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് നടക്കരുത്. ഞാൻ എന്തിനാ എന്റെ മകന് ഭ്രാന്താണെന്ന് പറഞ്ഞ് നടക്കുന്നേ? എടോ, അവനെ ഞാൻ കാണാത്തൊന്നുമല്ലല്ലോ. ആദിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. എല്ലാം തന്റെ തോന്നലാ. അങ്ങനെ പറഞ്ഞ കാര്യം എളുപ്പമായല്ലോ. ചുരുക്കി പറഞ്ഞ ഇത്തരം തോന്നലുകളുള്ള എനിക്കാണ് ഭ്രാന്ത്. അതന്നെയല്ലേ പറഞ്ഞു വരുന്നേ? ഞാനേ ഒന്നും പറയുന്നില്ല. ഇനി ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഈ വീട്ടിൽ പാടില്ല. സഹിച്ച് സഹിച്ച് താൻ ഈ വീടൊരു ഭ്രാന്താലയമായിട്ട് മാറ്റരുത്. ഏതർത്ഥത്തിലാണ് നിന്റെ ഈ ചോദ്യം? ഓർമ്മ വെച്ച നാള് മുതൽ കാണുന്ന മുഖങ്ങളാ അച്ഛന്റെ അമ്മയുടെയും. അതിന്റെ സത്യം തേടി പോയാലേ എങ്ങും എത്തില്ല. അല്ലെങ്കിലും ജന്മം കൊണ്ടല്ലോ, കർമ്മം കൊണ്ടല്ലേ അച്ഛനും അമ്മയൊക്കെ ആവേണ്ടത്. അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നേ? നിനക്ക് എല്ലാം മനസ്സിലാവുന്നൊരു സമയം വരും. അന്ന് ഈ അച്ഛൻ എത്രമാത്രം വേദന സഹിച്ചിരുന്നു എന്നുള്ളത് അറിയാനും കഴിയും. മറ്റൊന്നും നീ ഇപ്പൊ എന്നോട് ചോദിക്കരുത്. ഒരുപാട് നാള് ഈ സങ്കടം കൊണ്ട് നമ്മൾ നടക്കില്ലെന്ന് മാത്രം നീ ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ആതിര ഒരു രോഗമാണ്, ഒരു സൈലന്റ് കില്ലർ. അതെ, ക്യാൻസറെ പോലെ. അതെ, ഏതാണ്ട് ക്യാൻസർ തന്നെയാണ് അവൾ. അവളാണ് ദുർഗാമ്മയെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത്. അവളെ സൂക്ഷിക്കണം. അവക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. അവള് ക്യാൻസർ ആണെങ്കിൽ ക്യാൻസർ വന്ന ഭാഗം ഞാൻ മുറിച്ചു മാറ്റും. എടുത്തു ചാടി നീ ഒന്നിനും പോകണ്ട. ഞാൻ പറഞ്ഞത് ആദിയെ ഉപദ്രവിക്കാനായി ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ? അത് ആദിയുടെ ഉള്ളിൽ കയറി കൂടിയ തുളസി എന്ന പ്രേതത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിന് കാരണമായത് ആതിരയാവണം. അവളെ ആയിരുന്നു ആദ്യം അവിടുന്ന് അടിച്ചു ഓടിക്കേണ്ടിയിരുന്നത്. എനിക്ക് പകരം ദുർഗാമ്മ ഇറക്കുമതി ചെയ്തിട്ടുള്ള അമേരിക്കൻ പ്രോഡക്റ്റ് അത്. നമ്മൾ ഓടിക്കാൻ ശ്രമിച്ചാലൊന്നും ദുർഗാമ്മ അവളെ അവിടുന്ന് പറഞ്ഞയക്കില്ല. അതുകൊണ്ടാണ് മോള് സൂക്ഷിക്കണമെന്ന് അച്ഛൻ പറഞ്ഞത്. ആദിയെ കൊണ്ട് ആതിരയെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി അവരെന്ത് തരം താണ കളിയും കളിക്കും. അവളുടെ അച്ഛന്റെ കയ്യിൽ പണമുണ്ട്. കാശുകൊണ്ട് നേടാവുന്നതെല്ലാം അവർ നേടും. ഞാനും ആദ്യമായുള്ള ബന്ധം കാശുകൊണ്ട് നേടാൻ പറ്റില്ലല്ലോ അച്ഛാ. എത്ര പൊന്നിട്ട് മൂടിയാലും ആദ്യം എന്നെ അല്ലാതെ വേറൊരാളെ വിവാഹം കഴിക്കില്ല. അക്കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ മംഗളപ്പച്ചി വരട്ടെ. കൊച്ചുമോളെ ദേവമംഗലത്തെത്തിക്കാനുള്ള എല്ലാ കളിയും മംഗളപ്പച്ചിയും കളിക്കുമെന്നറിയാം. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പിന്നെ അച്ഛൻ പറഞ്ഞ സൈലന്റ് കില്ലർ ആതിര. അവള് കൊന്നുകൊണ്ടിരിക്കുന്നത് മറ്റാരെയുമല്ല, അവളെ തന്നെ. നിന്നോട് ദുർഗാമ്മ സ്നേഹത്തോടെ ഇടപഴകാൻ തുടങ്ങിയ ഒന്നും ആതിരയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇഷ്ടപ്പെടില്ലല്ലോ. അതിന്റെ അസൂയയും ശത്രുതയെല്ലാം ആതിരയ്ക്ക് നിന്നോടുണ്ടാവും. ഉണ്ടാവും.
കാട്ടിക്കിടക്കുന്ന ആനയെ മെരുക്കുന്നതിലും പ്രയാസമാണ് ദുർഗാമ്മയെ മെരുക്കുന്നത്. അക്കാര്യത്തിൽ കുറെയൊക്കെ ഞാൻ വിജയിച്ച സ്ഥിതിക്ക് ഒരു കുഴിയാനയായ ആതിരയുടെ കാര്യോർത്ത് അച്ഛൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്നതാ രാമനവമി കഴിയുമ്പോ ഞാനും ആദിയും തമ്മിലുള്ള വിവാഹം നടക്കണമെന്ന്. ഭഗവാൻ എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഞാൻ അവിടുത്തെ കാൽക്കൽ വീണ് അപേക്ഷിക്കുക. രാമനവമി കഴിയുമ്പോ എന്റെയും ആദിയുടെയും ആഗ്രഹം അവിടുന്ന് നടത്തി തരണം. നടത്തി തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പിണങ്ങും. പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. ഇങ്ങനെ ഗൗരവത്തിലിരിക്കാതെ എന്നോട് കല്യാണം നടത്തി തരാന്ന്. എനിക്കറിയാം ഞങ്ങളുടെ വിവാഹം ഭഗവാൻ നടത്തി തരുമെന്ന്. അതെ തിരുമേനി, എന്റെ ആദിയുടെയും കാര്യം ഭഗവാനോട് പ്രത്യേകം പറയുന്നുണ്ടല്ലോ അല്ലേ? കല്യാണമസ്തു. അങ്ങനെയൊന്നും പറഞ്ഞ പോരാ, നടക്കണം. നടക്കും. ത്രയംബകം കുലച്ച് സാക്ഷാൽ ശ്രീരാമദേവൻ സീതാദേവിയെ വരിച്ചതുപോലെ ആദിയും എന്തു പ്രതിസന്ധി ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് മോളുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കും. ചേച്ചി, ഭജന കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു മോളെ. രാമനവമി ആയല്ലോ ചേച്ചി. അതെ. എന്താ ഇത്തവണത്തെ കാര്യപരിപാടികൾ? കഴിഞ്ഞ വർഷത്തേക്കാൾ പൂർവാധികം ഭംഗിയായി. തിരുക്കല്യാണവും ഘോഷയാത്രയൊക്കെയായി രാമനവമി ഗംഭീരമാക്കണം. ആരാ ഇത്തവണത്തെ വിശിഷ്ടാതിഥി? അതൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ആരെങ്കിലും കണ്ടെത്തണം. എന്നാ ഞാൻ ഒരാളെ തരാം. ആരാ? അതൊക്കെയുണ്ട്. ഭാവിയില് മന്ത്രി വരെ ആവാൻ പോകുന്ന ആളാ. ആളെ പിടികിട്ടിയോ? ഇല്ല. പിടികിട്ടിയില്ല? ഇല്ല, പിടികിട്ടിയില്ല. എങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഞാനത് പറയുമ്പോ ആ വ്യക്തിയെ മുഖ്യ അതിഥിയാക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ആരും പറയരുത്. ഇല്ല, പറയില്ല. ഇത്തവണത്തെ ശ്രീരാമ പൂജയ്ക്ക് നിങ്ങള് ദുർഗാമ്മയെ പ്രധാന അതിഥിയായി ക്ഷണിക്കണം. എന്തിനാ ചിരിച്ചേ? നിന്റെ ഉദ്ദേശമൊക്കെ ഞങ്ങക്ക് മനസ്സിലായി. മനസ്സിലായോ? എന്നാ ദുർഗാമ്മയെ തന്നെ നിങ്ങൾ മുഖ്യ അതിഥിയാക്കണം. പക്ഷെ ഒരു കാര്യം, ദുർഗാമ്മയെ മുഖ്യ അതിഥിയാക്കിയത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് അവരൊരിക്കലും അറിയരുത്. ഇല്ല, അതൊരിക്കലും അറിയില്ല. ദുർഗാമ്മ ഈ പൂജയ്ക്ക് മുഖ്യ അതിഥിയെ എത്തിച്ചേ പറ്റൂ. ദുർഗാമ്മ അങ്ങനെ പൂജയിൽ പങ്കെടുക്കാൻ വന്ന ഇപ്പൊ ദുർഗാമ്മയ്ക്ക് എന്നോടുള്ള ശത്രുത ആ ദിവസത്തോടെ ഞാൻ എങ്ങനെയും മാറ്റിയെടുക്കും. ആദ്യം ഞാനും തമ്മിലുള്ള വിവാഹത്തോട് ദുർഗാമ്മ ഇപ്പൊ കാണിക്കുന്ന ഈ എതിർപ്പിനും ഒരവസാനം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും എന്റെ കൂടെ ഉണ്ടാവണേ. നിങ്ങൾ വേണം ദുർഗാമ്മയെ ക്ഷണിക്കേണ്ടത്. ഞങ്ങൾ ഏറ്റു. ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളല്ലേ നമ്മൾ നടത്തേണ്ടത്. സാഹസികത കാണിക്കാൻ പറ്റിയ സമയമല്ലിത്. ദുർഗേച്ചിയ ശരിക്കും ആലോചിക്കാതെ ദുർഗേച്ചി ഒന്നിനും തയ്യാറാവില്ല. ശരിക്കും ആലോചിക്കട്ടെ. കുറച്ചു കാലമായിട്ട് ഞാൻ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ദുർഗാമ്മ ശരിക്കും ആലോചിച്ച് ഏറ്റെടുത്തല്ലോ. ഈ കാര്യവും അതേപോലെ ഏറ്റെടുക്കും. ഏറ്റെടുപ്പിക്കും തുളസി. എനിക്ക് കാര്യത്തില് വലിയ ഉറപ്പൊന്നും പോരാ. നമ്മളും ദേവമംഗലത്തുകാരും തീർച്ചയായും സീതാരാമന്മാരായി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ക്ഷേത്രത്തില് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഉറപ്പ് കൊടുത്തെന്നോ? നടക്കില്ല എന്ന് തോന്നുന്ന കാര്യത്തിന് ഞാൻ ഉറപ്പ് കൊടുക്കില്ലല്ലോ അമ്മ. ഓ, സമ്മതിച്ചു. എന്റെ കൈ തൊട്ടപ്പോഴേക്കും ആദ്യത്തിന് മനസ്സിലായല്ലേ ഞാനാണെന്ന്? അതിന് നിന്റെ കൈ തൊടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എങ്ങനെ മനസ്സിലായി? ഈ വീട്ടിലെ എന്നെ ആദ്യമായിട്ടാന്ന് വിളിക്കുന്ന ഒരേ ഒരാള് അത് നീ മാത്രമാ. ഓ ഷെയിം. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അല്ലേ? അങ്ങനെ പറഞ്ഞത് നന്നായി. ഇല്ലായിരുന്നെങ്കിലേ തുളസിയാണ് എന്റെ കണ്ണ് പൊത്തിയെന്ന് കരുതി ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചേനെ. ആദ്യേട്ടനെ എന്നെ കെട്ടിപ്പിടിച്ച പോരെ? എന്തിനാ തുളസി പിടിക്കുന്നെ?
ദേ, ഇനി എന്നോട് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അല്ലെങ്കിലും എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. നമ്മുടെ എൻഗേജ്മെന്റ് ഉടനെ നടക്കും. ആ. റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞ പിന്നെ ആദ്യമായിട്ട് എന്റേത് മാത്രമായിരിക്കും. എനിക്കൊരിക്കലും നിന്റേതാവാൻ കഴിയില്ല. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, ഞാൻ വിവാഹം കഴിക്കുന്നത് തുളസിയെ മാത്രമായിരിക്കും. അങ്ങനെ പറഞ്ഞ എനിക്ക് സങ്കടം വരും. ആദ്യേട്ടന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാ ഞാൻ. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ദൂരം ആദ്യേട്ടനെ തേടി വന്ന്. നിന്നോടാരാ അമേരിക്കയിൽ നിന്ന് എന്നെ തേടി വരാൻ പറഞ്ഞത്? മാമൂസ്. ആ, എങ്കിലേ നീ നിന്റെ മാമൂസിനോട് പറ, ആദ്യമായിട്ട് തുളസിയായിട്ട് എൻഗേജ്ഡ് ആണെന്ന്. അതുകൊണ്ട് എനിക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോണമെന്ന്. ആദ്യമായിട്ട് എന്നെ കരയിപ്പിക്കരുത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാലേ ചിലപ്പോ കരയേണ്ടി വരും. ഞാൻ മാത്രല്ല, നമ്മുടെ കല്യാണം നടത്തിത്തരാൻ വേണ്ടി എന്റെ ഡാഡി അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. എത്രമാത്രം റിസ്ക് എടുത്തിട്ടാ ഡാഡി വന്നെന്നറിയോ? എന്നിട്ട് ഡാഡി ഒന്ന് കാണാൻ പോലും ആദ്യമായിട്ട് മനസ്സ് കാണിച്ചില്ല. ഞാനേ ഡാഡിയെ വീഡിയോ കോൾ ചെയ്യാം. ഡാഡിക്ക് എന്തൊക്കെയോ ആദ്യേട്ടനോട് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ല. അങ്ങനെ പറയല്ലേ ആദ്യേട്ടാ. ആദ്യേട്ട സംസാരിക്കും. നീ പറഞ്ഞാ മതി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് ആദ്യേട്ടന് സുഖാ ഡാഡി. ഓ, ആദ്യവിടെ ഉണ്ടായിരുന്നു? അതെ ഡാഡി. ഞങ്ങള് രണ്ടുപേരെ ബാൽക്കണിയിലിരുന്ന് ഓരോന്ന് പറയായിരുന്നു. അയ്യോ സോറി, ഓരോന്നല്ല, ഡാഡിയെ കുറിച്ച് പറയായിരുന്നു. അതെയോ? അപ്പൊ ആദ്യേട്ടൻ പറഞ്ഞു ഡാഡിയായിട്ട് സംസാരിക്കണമെന്ന്. അതിനെന്താ, മോൾ ആദ്യക്ക് ഫോൺ കൊടുക്കൂ. ആ ആദ്യേട്ടാ, ഡാഡി ഫോൺ തരാൻ പറഞ്ഞു. എന്തായാലും സംസാരിക്കും. എനിക്കൊന്നും സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഡാഡി ഓൺലൈനിലുണ്ട്, എന്തെങ്കിലും ഒന്ന് പറ. നീ തന്നെ പറഞ്ഞോ. ഡാഡി ആദ്യം നല്ല മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നു. അയ്യോ, മൂടൊക്കെ ഉണ്ട്, നാണം കൊണ്ടാ. ആദ്യേട്ടൻ വലിയ നാണക്കാരനാ ഡാഡി. അവൻ ചെറുപ്പത്തിലെ എങ്ങനെയായിരുന്നു? സാരമില്ല, ഡാഡി നേരിട്ട് കാണുമ്പോ സംസാരിക്കാന്ന് പറ. അപ്പോഴേക്കും അവന്റെ നാണമെല്ലാം മാറ്റി വെക്കാൻ പറ. ശരി ഡാഡി. ശരി, എന്നാ പിന്നെ നേരിട്ട് കാണാം. ബൈ. അതുപോലെ ബൈ. ടേക്ക് കെയർ. ബൈ. കമ്മിറ്റിയുടെ ആഗ്രഹമല്ലേ, അതിന് വരണോ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള ഫ്രീഡം ദുർഗാന്റിക്കുണ്ടല്ലോ. ഒരു നല്ല കാര്യമല്ലേ, എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? മാത്രമല്ല, മഹിളാ സമാജം ഇപ്പൊ അറിയപ്പെടുന്ന ഒരു സംഘടനയും കൂടിയല്ലേ. അതുകൊണ്ടാ ദുർഗാമ്മ തന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എനിക്ക് വരാൻ പറ്റില്ല. എടോ, ശരിക്കും ആലോചിച്ചിട്ട് മറുപടി പറയടോ. ശരിക്കും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് വരാൻ പറ്റില്ല. ആന്റിക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്? ഇതൊരുമാതിരി ജാടയാണേ. അതെ, ജാട തന്നെയാ. എന്താ ദുർഗാന്റി ജാട കാണിച്ച കുഴപ്പം? ഇവിടെയുള്ള എല്ലാ പ്രോഗ്രാമിനും ദുർഗാന്റി തന്നെ വേണമെന്ന് എന്തിനാ നിർബന്ധം പിടിക്കുന്നത്? എനിക്കറിയാം, ദുർഗാന്റിക്ക് അതിനുള്ള കഴിവോ പോപ്പുലാരിറ്റിയോ ഒന്നുമില്ല. ഇനി എന്റെ ആന്റിയെ കൊണ്ടുപോയി കുരങ്ങ് കളിപ്പിക്കാന്ന് ആരും വിചാരിക്കണ്ട. ആന്റിക്ക് കോമൺ സെൻസ് ഇല്ലെന്ന് കരുതിയിട്ടേ എനിക്കത് വേണ്ടോളം ഉണ്ട്. മിണ്ടായിരിക്കടി. അല്ലാണ്ടി ഞാൻ പറഞ്ഞത് എന്ത് വേണോന്ന് തീരുമാനിക്കാനുള്ള കോമൺ സെൻസ് എനിക്കുണ്ട്. കേറി പോവാത്ത. കേറി പോവാൻ. പാവം, അവളെ എന്തിനാ വഴക്ക് പറഞ്ഞ്? അതെ അതെ, സമൂഹത്തിൽ ദുർഗാമ്മയ്ക്കുള്ള സ്ഥാനം എന്താന്ന് ആദരിക്കറിയില്ലല്ലോ, അതുകൊണ്ടാ. എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു പുണ്യകർമ്മമാ സീതാരാമന്മാരുടെ അനുഗ്രഹം കിട്ടേണ്ട കാര്യം. അവിടെ മുഖ്യ അതിഥിയായി എത്തുകയെന്ന് പറഞ്ഞാ എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. അതെ, അല്ല, ഈ നാട്ടില് എത്ര പേരുണ്ട്? അതിൽ തന്നെ ഒരാളെ അല്ലടോ ഇവര് തെരഞ്ഞെടുത്തത്. അയ്യോ, തെരഞ്ഞെടുത്തത് ഞങ്ങളല്ല, ദൈവമാണ്. ഇത് ശരിക്കും ദൈവനിശ്ചയ. തള്ളിക്കളഞ്ഞ പാപമാണ്. ദൈവാനുഗ്രഹം ഉണ്ടാവുന്നൊരു കാര്യമല്ലേ മാഡം? ഈ ചടങ്ങിലെ ദുർഗാമ്മ വരുന്നില്ലെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. അത്രയും പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നു. ഞാൻ നോക്കട്ടെ. അയ്യോ, അങ്ങനെ പറഞ്ഞ പോരാ, ഉറപ്പ് തരണം. ഞങ്ങൾക്ക് ദുർഗാമ്മയുടെ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് അടിക്കാനുള്ളതാ. റോഡ് സൈഡിലെല്ലാം തോരണം തൂക്കി അലങ്കരിക്കണം. അതിന് ദുർഗാമ്മയുടെ ഉറപ്പ് നിർബന്ധ. ഉറപ്പ്, ഞാൻ വരാം.